നമസ്കാരം. ഇന്നലത്തെ ജനവിരുദ്ധ ഹർത്താലിന്റെ പിന്നിലെ ഒരു രാഷ്ട്രീയം നമ്മൾ മറന്നു പോകരുത്. വാസ്തവത്തിൽ ഈ ഹർത്താൽ ആർക്കാണ് ദോഷം ചെയ്തത്? ഹർത്താൽ മോദി സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ, കോർപ്പറേറ്റുകൾക്കെതിരെ എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെയായിരുന്നോ? മോദി സർക്കാരോ കോർപ്പറേറ്റുകളോ ഈ ഹർത്താൽ വഴി വെള്ളം കുടിച്ചോ? വാസ്തവത്തിൽ ഈ ഹർത്താൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, വൻകിടക്കാർക്ക് വേണ്ടി CPM എന്ന തൊഴിലാളി വിരുദ്ധ പാർട്ടി കൈക്കൂലി വാങ്ങി നടത്തിയ ഒരു ചതിയാണ് എന്നതാണ് വാസ്തവം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൻകിടക്കാരുടെ ചില മാളുകളുണ്ട്. നിയമപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ അവരിൽ പലരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മാളുകൾ ഏതെങ്കിലും അടഞ്ഞു കിടന്നിരുന്നോ? ഈ മാളുകൾക്ക് മുമ്പിൽ പോയി ഏതെങ്കിലും ഒരു CPM ഗുണ്ട അട്ടഹാസം നടത്തിയോ? ഈ മാളുകളിൽ തൊഴിൽ ചെയ്യാനെത്തിയ ജീവനക്കാരെ ആരെങ്കിലും തടഞ്ഞോ? ഈ മാളുകളിൽ നിന്നും സാധനം വാങ്ങിക്കൊണ്ടു പോകുന്ന ആരെങ്കിലും തടഞ്ഞോ? ഇല്ല എന്നതാണ് വാസ്തവം. മുതലാളിമാർക്ക് മുമ്പിൽ മുട്ടുവിറയ്ക്കുന്നവരാണ് CPMകാർ. അവർ പണിയെടുക്കുന്നത് കളങ്കിതരായ മുതലാളിമാർക്ക് വേണ്ടിയാണ്. അവരുടെ ഹർത്താൽ കൊണ്ട് ദോഷമുണ്ടായത് കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് പാവപ്പെട്ട സ്ത്രീകളുടെ തലയിൽ ചെരുവത്തിൽ കൊടുത്തുവിട്ട് അത് ടൗണിൽ പോയി വിറ്റ് ആ പണം കൊണ്ട് കുടുംബം നടത്തുന്ന അത്താഴ പട്ടിണിക്കാരെയാണ്. ബ്ലേഡിന് പൈസ വാങ്ങി തമിഴ്നാട്ടിൽ പോയി പച്ചക്കറി വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് തലേ ദിവസം വെച്ച് വളരെ ജാഗ്രതയോടെ കരുതലോടെ കാത്തുസൂക്ഷിച്ച് നേരം വെളുത്ത് 3 മണിക്ക് തന്നെ ഇതും ചുമന്നുകൊണ്ട് മാർക്കറ്റുകളിൽ പോയി വിറ്റ് അന്നത്തെ ഉപജീവനം നടത്തുന്ന പാവപ്പെട്ട പച്ചക്കറിക്കടക്കാരെയാണ്. ഓരോ ദിവസം വിൽക്കുന്ന പണത്തിൽ നിന്നും ചെലവ് കഴിച്ച് ബാക്കി കൊണ്ട് കുടുംബം നടത്തുന്ന തട്ടുകടക്കാരെയും മാടക്കടക്കാരെയും ചെറുകിട ചായക്കടക്കാരെയുമാണ്. അവരുടെയൊക്കെ ഉപജീവനമാണ് ഓരോ ദിവസത്തെയും തൊഴിൽ. ഒരു ദിവസം കൊണ്ടുവരുന്ന മീൻ അന്ന് വിറ്റില്ലെങ്കിൽ അവർക്ക് ലാഭം കിട്ടില്ല എന്ന് മാത്രമല്ല, അവർ മീൻ വാങ്ങാനെടുത്ത പണം മുഴുവൻ ഇല്ലാതാവുകയും ചെയ്യും. നമ്മൾ ഇന്നലെ കണ്ടല്ലോ, ഒരു മീൻ കടയിൽ കയറി മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കുമെന്ന് പറയുന്നത്. ആ മീൻ അവർ പിന്നെ എന്തു ചെയ്യും? ഇന്ന് വിൽക്കാൻ വേണ്ടി കാത്തിരുന്ന പച്ചക്കറിക്കടക്കാർ എന്തു ചെയ്യും? പാവങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുതലാളിമാർക്ക് വേണ്ടി നടത്തിയ ഹർത്താലായിരുന്നു എന്ന് വ്യക്തമാണ്. സോഷ്യൽ മീഡിയയിൽ ഇന്നലെ വൈറലായി പടർന്ന ഒരു കുറിപ്പ് ആരാണ് എഴുതിയതെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ എഴുതിയ ആളുടെ പേര് പറയുന്നില്ല. സശ്രദ്ധം എല്ലാവരും കേൾക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്തെ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചാൽ എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും സ്റ്റാഫിന് വർക്ക് ഫ്രം ഹോം നൽകും. എല്ലാവർക്കും ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ജോലിയൊക്കെ കൃത്യമായി നടക്കും. അവർ വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങും. ഇത് വാസ്തവമാണ്. കോവിഡിന് ശേഷം ലോകമെമ്പാടും വർക്ക് ഫ്രം ഹോം അതിശക്തമായി. ഇന്ന് അമേരിക്കയിലും പാശ്ചാത്യ നാടുകളിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവരിൽ പകുതിയിലധികം പേരും ഇന്നും വർക്ക് അറ്റ് ഹോം ജീവനക്കാരാണ്. കോർപ്പറേറ്റ് കമ്പനികൾ, IT കമ്പനികളൊക്കെ വർക്ക് അറ്റ് ഹോം ഒരു സമാന്തര സംവിധാനമാക്കി വളർത്തിയിരിക്കുന്നു. അവർക്ക് ഒരു ദിവസം കടയടഞ്ഞു കിടന്നാൽ ഹർത്താലായാൽ ഒന്നും ഒരു ചുക്കും സംഭവിക്കില്ല. അവരുടെ ഒരു പണിയെയും ഇത് ബാധിക്കില്ല. അതുകൊണ്ട് കൃത്യമായി വീട്ടിലിരുന്നു കൊണ്ട് അവർ പണിയെടുത്ത് ശമ്പളം വാങ്ങും. കച്ചവടങ്ങൾ നടത്തുന്ന ഓൺലൈൻ കൊമേഴ്സ്യൽ സൈറ്റുകൾ എല്ലാം പതിവ് പോലെ തന്നെ പ്രവർത്തിക്കും. ഇന്ന് ഏത് ഉൽപ്പന്നവും ഓൺലൈനിൽ വാങ്ങാൻ കഴിയും. അതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വെബ് സർവീസുകളുണ്ട്. എല്ലാ വലിയ ബ്രാൻഡുകൾക്കും ഓൺലൈൻ വിൽപ്പന സാധ്യമാണ്. കടയിൽ പോയി വാങ്ങാൻ കഴിയാത്തവർ ഓൺലൈനിലൂടെ വാങ്ങും. ഓൺലൈൻ വാങ്ങി പരീക്ഷിക്കാൻ ധൈര്യമില്ലാത്തവർ അത് വാങ്ങി വിജയകരമായി പരീക്ഷിക്കുന്നതോടെ കടയിൽ പോകുന്നവരുടെ എണ്ണം കുറയും. ആമസോണും ഫ്ലിപ്കാർട്ടുമെല്ലാം ഓർഡറുകൾ സ്വീകരിക്കും. ബാങ്കുകളിൽ ഇലക്ട്രോണിക് സൗകര്യമുള്ളതുകൊണ്ട് ബാങ്കിങ്ങിന് തടസ്സം വരില്ല. പെട്രോൾ പമ്പുകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. അംബാനിക്ക് ഒന്നും സംഭവിക്കില്ല. ചെറുകടകൾ നടത്തി അന്നന്നത്തെ വരുമാനം ഉപയോഗിച്ച് ജീവിക്കുന്നവർ, ഓട്ടോ തൊഴിലാളികൾ, ബസ് തൊഴിലാളികൾ, ചുമടെടുക്കുന്നവർ, ദിവസവേതനക്കാർ, ഇവരെ മാത്രം ബാധിച്ചാൽ പ്രതിഷേധം ഫലം ചെയ്യുമോ? ഇതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. ഈ കുറിപ്പിൽ പറയുന്നത് പോലെ അംബാനിയെയും അദാനിയെയും ടാറ്റയെയും ബിർളയെയും ഇത് ബാധിക്കില്ല. ഈ സമരം അവർക്കെതിരെയാണെങ്കിൽ. എന്നാൽ ഇത് ബാധിക്കുന്നത് അന്നന്നത്തെ വരുമാനം ഉപയോഗിച്ച് ജീവിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ നാട്ടിലെ ഏറ്റവും ആദരവോടെ കാണേണ്ട വിഭാഗം ഓട്ടോറിക്ഷക്കാരാണ്. ഈ നാട് മുഴുവൻ അവർ ആരുടെയും സഹായമില്ലാതെ തൊഴിൽ ദാതാക്കളാവുന്നു. അവർ തന്നെ സംരംഭകരാകുന്നു. അവർ അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നു. അവർ വഴി സാധാരണ മനുഷ്യർ ഏറ്റവും ചെലവ് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യുന്നു. അവരെന്തു ചെയ്യും? അവർക്ക് ഇന്നലെ അത്താഴം മുടങ്ങി. സ്വകാര്യ ബസ്സുകൾ ഓടാതായതോടെ ഇന്നലത്തെ ശമ്പളം സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് ലഭിക്കില്ല. കടകൾ തുറക്കാതായതോടുകൂടി ചുമട്ടുകാർക്ക് ഇന്നലെ വരുമാനമില്ലാതായി. ഓരോ ദിവസത്തെയും കൂലി വാങ്ങുന്ന ബംഗാളികളടക്കമുള്ള പാവങ്ങൾ വീട്ടിലിരുന്നു. അതാണ് ചോദ്യം. ഇവരെയൊക്കെ ബാധിച്ചാൽ ഈ സമരം ഫലം കാണുമോ? സർക്കാർ രേഖകൾ എല്ലാം ഓൺലൈനായി. ആളുകൾക്ക് ഇന്ന് ബില്ലടയ്ക്കാൻ പുറത്തു പോകേണ്ട.
ഫോൺ ചെയ്യാൻ ഫോൺ ബൂത്തിൽ പോവേണ്ട, കാര്യമറിയിക്കാൻ കത്തയക്കേണ്ട. ശരിക്കും എവിടെയാണ് സ്തംഭിച്ചത്? ആരെയാണ് പ്രതിഷേധം ബാധിച്ചത്? ഇനി ആരാണ് ഇന്നത്തെ കാലത്തും ഹർത്താൽ നടത്തുന്നവർ? അവരും കാലഹരണപ്പെട്ടവർ തന്നെ. ഈ കാലഘട്ടവുമായി യാതൊരു ബോധവുമില്ലാത്ത, ഇന്നത്തെ കാലത്തിന് യോജിക്കാത്തവർ. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മതസംഘടനയാണെങ്കിലും ഇത് ഓർത്താൽ നന്ന്. സമരരീതികൾ കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ നിങ്ങൾ പൊതുശല്യങ്ങളായി മാറി കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒലിച്ചു പോകും. ഹർത്താൽ കാലഹരണപ്പെട്ട സാധാരണ ജനങ്ങളെ മാത്രം ബുദ്ധിമുട്ടിക്കുന്ന സമരരീതിയാണ്. ഒരു കാലത്ത് റോഡിൽ ടയർ കത്തിച്ച് വാഹനം തടഞ്ഞും ബന്ദ് നടത്തിയിരുന്നു. അതിന് പ്രസക്തി ഉണ്ടായിരുന്നു. ഇന്നില്ല. ഈ സത്യം ഇവിടുത്തെ സമരക്കാർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലത്. പാവങ്ങളെ മാത്രം ബാധിക്കുന്ന, സമ്പന്നരെ ഒരു തരത്തിലും ബാധിക്കാത്ത ഈ വൃത്തികേടിന് നിങ്ങൾ കൂട്ടുനിന്നാൽ, കുടപിടിച്ചാൽ നഷ്ടമുണ്ടാവുക നിങ്ങൾക്കാണ്. ജിതിൻ കെ ജേക്കബിന്റെ പോസ്റ്റ് ഇതിനോടനുബന്ധിച്ച് കൂട്ടി വായിക്കേണ്ടതാണ്. അന്തം കമ്മികളുടെ എല്ലാ സമരങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ബാങ്കുകളിലെയും ഒക്കെ ജീവനക്കാർ, സമരക്കാർ എപ്പോൾ വരും എന്ന് നോക്കിയിരിക്കുകയായിരിക്കും. ശമ്പളവും ലഭിക്കും, അന്ന് ജോലിയും ചെയ്യേണ്ട. സമരക്കാർ എന്ന ഈ ഊളകൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള വിവരം പോലും ഇല്ലാതെ പോയല്ലോ. സ്വകാര്യ കമ്പനികൾ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സൗകര്യവും നൽകുന്നതുകൊണ്ട് സ്വകാര്യ മേഖലയിലും കാര്യമായി ബാധിക്കില്ല. ഇവന്മാരുടെ ദേശീയ പണിമുടക്ക് എന്ന കോമഡി പരിപാടിയിൽ ആർക്കാണ് നഷ്ടം? സംശയം എന്താണ്? ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന സാധാരണക്കാർക്കും വ്യാപാരികൾക്കും മാത്രം. തൊഴിലാളികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഇവന്മാർ എല്ലാ വർഷവും 1-2 ദിവസം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കൊണ്ട് ദുരിതമുണ്ടാകുന്നത് സാധാരണ തൊഴിലാളികൾക്ക് മാത്രമാണ്. ആശാ വർക്കർമാർ ഉൾപ്പെടെ എത്രയോ തൊഴിലാളികൾ കേരളത്തിൽ മാസങ്ങളോളം സമരം നടത്തിയിട്ട് തിരിഞ്ഞു നോക്കാതെ അവരെ പരിഹസിച്ചവർ ഇപ്പോൾ തൊഴിലാളി സ്നേഹവും പറഞ്ഞ് നടക്കുന്നു. പണിയെടുത്ത് തിന്നാത്ത, നിനക്കൊക്കെ പണിയെടുത്ത് ജീവിക്കുന്നവരെ കാണുമ്പോൾ ഉള്ള ചൊറിച്ചിൽ ആണ് വ്യാപക അക്രമം അഴിച്ചുവിടുന്നതിന് പിന്നിൽ. ജോലി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരുടെ നേരെ ഭീകരാക്രമണവുമായി നീയൊക്കെ ഇറങ്ങിയപ്പോഴേ സമരം ചീറ്റി. ഈ കോമാളിക്കൂട്ടത്തിനെ ജനം പരിഹസിച്ചു വിടുന്ന കാഴ്ചയും ഇന്ന് നമ്മൾ കണ്ടു. പണിയാണ് കമ്മികളെ. ഇക്കണക്കിന് പോയാൽ അധികം വൈകാതെ നീയൊക്കെ പണിയെടുത്ത് തിന്നേണ്ടി വരും. അങ്ങനെ വന്നാൽ നീയൊക്കെ പട്ടിണി കിടന്ന് ചാകേണ്ടി വരുമല്ലോടാ. ഇതാണ് യാഥാർത്ഥ്യം. ഈ ദിവറ്റകൾക്ക് എന്ന് മനസ്സിലാകുന്നുവോ അന്ന് മാത്രമേ അല്പമെങ്കിലും പ്രതീക്ഷ ബാക്കിയാവൂ.